ദുരന്തഘട്ടമാണ്. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ വളരെ വലിയ വേദനയുണ്ടാക്കുന്ന ഒരു അനുഭവമാണിപ്പോൾ ഇവിടെ ഉണ്ടായിട്ടുള്ളത്. ഇനി 5 പേരെ കൂടി കണ്ടെത്താനുള്ള ഊർജിതമായിട്ടുള്ള തെരച്ചിൽ മുന്നോട്ട് പോകുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. സ്വാഭാവികമായിട്ടും ഇത്തരം ഒരു ഘട്ടത്തിൽ നമുക്ക് ആദ്യം ചെയ്യേണ്ട പ്രവർത്തനം ദുരന്തവുമായി ബന്ധപ്പെട്ട് ഇതിനകത്തുപെട്ട ആരെങ്കിലും ഉണ്ടോ എന്ന് കണ്ടെത്തലാണ്. സാധാരണ നിലയിൽ ഇവിടെ നൽകിയ ആളുകളുടെ കണക്കനുസരിച്ച് 18 പേർ എന്ന കണക്ക് പരിശോധിക്കുമ്പോൾ 3 പേര് മരിച്ചതും രക്ഷപ്പെട്ടു പോയതുമടക്കം ബാക്കി 5 പേരാണ് ഇനി കണ്ടെത്താനുള്ളത് എന്നാണ് സർക്കാരിൻ്റെ ഔപചാരികമായിട്ടുള്ള കണക്ക്. എന്നാൽ ഞങ്ങളിപ്പോൾ നേരത്തെ റവന്യൂ വകുപ്പ് മന്ത്രിയും ബന്ധപ്പെട്ട ആളുകളുമൊക്കെ ആയിട്ട് സംസാരിച്ചിരുന്നു. അപ്പോൾ മറ്റു തരത്തിൽ കാഴ്ചക്കാരായി വന്നവർ നമ്മുടെ കണക്കിലില്ലാതെ വന്നവർ ആരെങ്കിലും ഉണ്ടോ എന്നതുൾപ്പെടെ നല്ലതുപോലെ ശ്രദ്ധിക്കാനും നോക്കാനുമുള്ള നിർദ്ദേശം കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ വിധത്തിൽ ഏജൻസികളുടെയൊക്കെ പ്രവർത്തനങ്ങൾ നന്നായി കോർഡിനേറ്റ് ചെയ്യപ്പെടുന്നുണ്ട് എന്നാണ് അവരെല്ലാവരും പറഞ്ഞത്. ദുരന്തഘട്ടത്തിൽ മറ്റ് 2 അഭിപ്രായങ്ങൾക്ക് സാധ്യതയില്ല. അതിനുള്ള അവസരം ഉണ്ടാക്കാനും ആരും ഉദ്ദേശിക്കരുത്. ഒറ്റക്കെട്ടായി ഈ കാര്യങ്ങളിൽ നിൽക്കണം എന്ന അഭിപ്രായമാണ് നമുക്കെല്ലാവർക്കും ഉള്ളത്. സർക്കാരിന് പൂർണ്ണമായ പിന്തുണ ഈ പ്രവർത്തനങ്ങൾക്ക് നൽകുകയാണ് എന്ന് മാത്രമല്ല, ആരെയെങ്കിലും മാറ്റി നിർത്താതെ എല്ലാവരെയും കൂട്ടായി നിർത്തിക്കൊണ്ട് പൊതുവായ തെരച്ചിലും ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളും നടത്തുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കടമ. വിവാദങ്ങൾക്കിപ്പോൾ സ്ഥാനമില്ല. നേരത്തെ മുതൽ അതേ നിലപാട് തന്നെയാണ് നമ്മളെപ്പോഴും എടുക്കാറ്. അതേ നിലപാട് തന്നെ ഇപ്പോഴും ആവർത്തിക്കുകയാണ്. അതുകൊണ്ട് പൂർണ്ണമായി ഇക്കാര്യത്തിൽ പിന്തുണയുണ്ടാകും. സംഭവത്തെക്കുറിച്ച് സമഗ്രമായി അന്വേഷിക്കുമെന്ന് മുഖ്യമന്ത്രി ക്യാബിനറ്റിന് ശേഷം രാവിലെ പറഞ്ഞതായി മനസ്സിലാക്കാൻ കഴിഞ്ഞു. സംഭവത്തെക്കുറിച്ച് സമഗ്രമായിട്ടുള്ളൊരു അന്വേഷണം തന്നെയാണ് ആവശ്യം. പ്രാഥമികമായ ചില അഭിപ്രായ പ്രകടനങ്ങൾ നടത്തിക്കൊണ്ട് ഗൗരവമായി ഈ സംഭവത്തെ വേണ്ടതുപോലെ കാണാതെ പോകരുത്. അപ്പം അതുകൊണ്ട് പ്രാഥമികമായ കാഴ്ചയിൽ നിന്നുകൊണ്ട് മാത്രം അഭിപ്രായം പറയുന്ന രീതി ഒഴിവാക്കി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എന്ന് പറഞ്ഞതുപോലെ എല്ലാ വിഷയങ്ങളെയും കുറിച്ച് സമഗ്രമായി അന്വേഷിക്കുകയും ഏതെങ്കിലും വിധത്തിലുള്ള തെറ്റുകൾ പറ്റിയിട്ടുണ്ടോ എന്ന് നോക്കുകയും അതുമായി ബന്ധപ്പെട്ട ആവശ്യമായ നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോവുകയും ചെയ്യണം. അത് 2ാമത്തെ ഘട്ടമാണ്. ആദ്യത്തെ ഘട്ടം ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്കാണ്. അതിന് പൂർണ്ണമായിട്ടുള്ള പിന്തുണ ഇപ്പോൾ നൽകുകയാണ്. മുൻ റവന്യൂ മന്ത്രി എന്നുള്ള നിലയ്ക്ക് ഇത്തരത്തിൽ നിർമ്മാണത്തിനിടെ ഇങ്ങനെ ഒരു അപകടം അല്ലെങ്കിൽ ഒരു മണ്ണിടിച്ചിലിന് ഒരു സാധ്യത നേരത്തെ കണ്ടിരുന്നു കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത്? അല്ല, അങ്ങനെ കാണാൻ പറ്റുമോ? ഒരു നിർമ്മാണം നടത്തുമ്പോൾ അതിൽ അപകടം ഉണ്ടാകുമെന്ന് കാണാൻ പറ്റില്ലല്ലോ. നിർമ്മാണവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അതത് ഘട്ടങ്ങളിൽ നോക്കേണ്ടതും കണ്ടെത്തേണ്ടതും നടത്തിപ്പിക്കേണ്ടവരെ കൊണ്ട് നടത്തിപ്പിക്കേണ്ടതുമൊക്കെയാണ്. അതിപ്പോൾ ഒരു വിവാദം പറഞ്ഞ് നമ്മൾ മാറ്റേണ്ടതല്ല. നമുക്ക് സ്വാഭാവികമായിട്ടും മുഖ്യമന്ത്രി തന്നെ പറഞ്ഞിരിക്കുകയാണ് സമഗ്രമായിട്ടുള്ളൊരു അന്വേഷണം ഇത് സംബന്ധിച്ചുണ്ടാകും. അതങ്ങനെ തന്നെ വേണം. കടാവർ ഡോഗ്സ് ഉൾപ്പെടെ കിട്ടാവുന്ന എല്ലാ സംവിധാനങ്ങളെക്കുറിച്ചും നമുക്ക് ഉപയോഗിക്കണം. നേരത്തെ മേപ്പാടിയിൽ നടന്ന ദുരന്തവുമായി ബന്ധപ്പെട്ട് വലിയ എക്സ്പീരിയൻസ് നമുക്ക് ഈ കാര്യത്തിലുണ്ട്. അതുകൊണ്ട് അതുകൂടി ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള സമഗ്രമായിട്ടുള്ള പരിശോധനയാണ് ഇപ്പോൾ 1ാമത്തെ കാര്യം. സമഗ്രമായിട്ടുള്ള അന്വേഷണം നടത്തും എന്ന് മുഖ്യമന്ത്രി പറഞ്ഞതിൻ്റെ ഉള്ളിൽ എന്തെല്ലാം ഉൾപ്പെടുത്തും എന്ന് അദ്ദേഹം പിന്നീട് പറയും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ അതുമായി ബന്ധപ്പെട്ട് നടത്തുകയും ചെയ്യാം.